ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് ഒരു ലീഗൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഇതിനു മുന്നേ ഉള്ള സെഷൻസിലായിട്ട് ഓൾറെഡി അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഒരു പ്രോബ്ലം തന്നിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ ടോർട്ട് ലോയിലെ ഒരു പ്രധാനപ്പെട്ട കേസാണ് നമ്മൾ പ്രോബ്ലത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രോബ്ലം തരുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 7. മിസ്റ്റർ എ വാസ്, ഓരോ ആളുകളുടെ പേരുണ്ടാവണമെന്നില്ല, ഇതുപോലെ ആൽഫബറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. മിസ്റ്റർ എ വാസ് അൺലോഫുള്ളി റെസ്ട്രെയിൻഡ് ബൈ ബി ഫ്രം കാസ്റ്റിംഗ് ഹിസ് വോട്ട് ഇൻ ദി പാർലമെന്ററി ഇലക്ഷൻ. Although the candidate to whom Mr. A wanted to vote won the election yet. Does A have any remedy under the law of tort? Explain. ഇതാണ് നിങ്ങളുടെ അടുത്ത് പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്താ ഇതിന്റെ അർത്ഥം? എ എന്ന് പറഞ്ഞ വ്യക്തി അനധികൃതമായി ഡി എന്ന വ്യക്തിയുടെ കരങ്ങളാൽ തടയപ്പെട്ടു. അതായത് എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വോട്ട് ചെയ്യാൻ പോയപ്പോൾ ബി എന്ന വ്യക്തി എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞ വ്യക്തിയെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, തടഞ്ഞു വെച്ചു. ഒരു പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്നും തടസ്സം സൃഷ്ടിച്ചു. എന്നിരുന്നാലും എ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തി, അതായത് എ പോയത് ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ ജയിപ്പിക്കാനായിരുന്നു. എക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം ആഗ്രഹിച്ച വ്യക്തി എന്ത് ചെയ്തു? ആ ഒരു ഇലക്ഷനിലേക്ക് വിജയിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ളോ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോസ് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ഡാമേജ് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു റൈറ്റിന്റെ വയലേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, ലീഗൽ റൈറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിനാരിയോസിൽ മിസ്റ്റർ എ ഹാസ് എനി റെമഡി അണ്ടർ ദി ലോ ഓഫ് ടോർട്ട്. ടോർട്ട് ലോ പ്രകാരം എക്ക് ഏതെങ്കിലും രീതിയിലുള്ള റെമഡി കിട്ടുമോ ഇല്ലയോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് ഇങ്ങനെ കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്ക് കിട്ടുമോ? ചിലപ്പോൾ ചില പ്രോബ്ലംസിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ എ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ബി എന്ത് ചെയ്തു? അനധികൃതമായി അദ്ദേഹത്തിനെ പ്രിവെന്റ് ചെയ്തു, തടഞ്ഞു വെച്ചു. എക്ക് ഉദ്ദേശിച്ച വ്യക്തി വിജയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഫാക്ട് മാത്രം തരാം, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയാം. ഇവിടെ ഒരു ഇഷ്യൂ ഇവിടെ തന്നെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്, എക്ക് ഏതെങ്കിലും രീതിയിലുള്ള റെമഡി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ അകത്ത് നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്: ഫാക്ട്, ഇഷ്യൂസ്, അതേപോലെ തന്നെ ലീഗൽ പ്രൊവിഷൻസ്, ലീഗൽ ആപ്ലിക്കേഷൻസ്, പിന്നെ ജഡ്ജ്മെന്റ്. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡിൽ വേണം നമുക്ക് എഴുതാൻ. അപ്പൊ ആദ്യത്തെ ഒരു ഭാഗമാണ് ഫാക്ട് ഓഫ് ദി കേസ്. അപ്പൊ ആ ഒരു ഭാഗം നോക്കാം. ഒരു മിനിറ്റ്, സ്ലൈഡ് ഒന്ന് റെഡിയാക്കട്ടെ. അതെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫാക്ട് ഓഫ് ദി കേസ്. ആ ഫാക്ട്, അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ആ 2 വരി, ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു 2 വരി കുറച്ച് എഡീഷൻസ് ആഡ് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ദി പ്ലെയിന്റിഫ് മിസ്റ്റർ എ വാസ്, അവിടെ കൊടുത്തുള്ളത് മിസ്റ്റർ എ എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതണം പ്ലെയിന്റിഫ്. പരാതി കൊടുക്കുന്ന ആളെ പ്ലെയിന്റിഫ് എന്നല്ലേ വിളിക്കുന്നത്. ദി പ്ലെയിന്റിഫ് മിസ്റ്റർ എ വാസ് എ ലീഗലി ക്വാളിഫൈഡ് വോട്ടർ. അവിടെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, വോട്ട് ചെയ്യാൻ പോയപ്പോൾ തടഞ്ഞു. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. ഒരു ക്വാളിഫൈഡ് വോട്ടർ ആയിരുന്നു ഇൻ ദി ബൊറോ ഓഫ് XY, ഇന്ന സ്ഥലത്തെ. ദി ഡിഫൻഡന്റ് ബി വാസ് റിട്ടേണിംഗ് ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദി പാർലമെന്ററി ഇലക്ഷൻ. ആ ഒരു ഇലക്ഷൻ നോക്കി നടത്തുന്ന ഒരു ഓഫീസർ ആയിരുന്നു ബി. ബി എന്ത് ചെയ്തു? റോങ്ഫുള്ളി ആൻഡ് മലീഷ്യസ്ലി റെഫ്യൂസ്ഡ് ടു അലോ എ ടു കാസ്റ്റ് ഹിസ് വോട്ട്. എ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്റെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്നും ബി വളരെ തെറ്റായ രീതിയിൽ, അല്ലെങ്കിൽ അനധികൃതമായ രീതിയിൽ, നിയമവിരുദ്ധമായ രീതിയിൽ എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞ വ്യക്തിയെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ഇരുന്നു. അപ്പൊ ഈ ഒരു ഈവൻ ദോ എ മെറ്റ് ഓൾ ദി ലീഗൽ ക്വാളിഫിക്കേഷൻ, എക്ക് മറ്റ് ലീഗൽ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടായിരുന്നിരിക്കെ എന്നിട്ടും ബി എന്ത് ചെയ്തു? എനെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. എ സബ്സിക്വന്റ്ലി ബ്രോട്ട് എ സ്യൂട്ട് എഗെയിൻസ്റ്റ് ബി. അതുകൊണ്ട് എന്ത് ചെയ്തു? ബിക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. സീക്കിംഗ് ഡാമേജസ്, മോണിറ്ററി ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ട ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. ഇതാണ് അവിടെ നടന്നിട്ടുള്ള കേസ്. ബാക്കി ഒന്നും നിങ്ങൾ ഫാക്റ്റിൽ എഴുതണ്ട. എക്സാക്ട് അവിടെ എന്താണോ നടന്നത് ആ ഒരു കാര്യം ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഒരു 3-4 വരിയാക്കി എഴുതുക എന്നതാണ് ഫാക്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഫാക്ട് ഓഫ് ദി കേസ് ആദ്യം തന്നെ എഴുതേണ്ട ഹെഡിങ് ആണ് ഫാക്ട് ഓഫ് ദി കേസ്. അതിന്റെ അകത്ത് വേണം ഈ ഫാക്ട് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ. അടുത്തത് ലീഗൽ ഇഷ്യൂസ് ഇൻവോൾവ്, അതായത്
നിങ്ങൾ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഫ്രെയിം ചെയ്യണം. അതിന്റെ സ്ക്രീൻ ഒന്ന് റെഡിയാക്കട്ടെ. ലീഗൽ ഇഷ്യൂസ് ഇൻവോൾവ്, അതായത് ഈ പെർട്ടിക്കുലർ ഫാക്ടിന്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്. അതായത് നിങ്ങളായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു പരാതി ഒന്ന് വിചാരിക്കുക. മിസ്റ്റർ എ ബിയെ തല്ലി, ബിക്ക് അപ്പൊ കൈ വേദനിച്ചു. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യണം. ശരിക്കും എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന് പറഞ്ഞ വ്യക്തിയെ തല്ലിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് തല്ല് കിട്ടാൻ വേണ്ടി ബി എന്ന വ്യക്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായ സാഹചര്യം ഉള്ളത് കൊണ്ടായിരുന്നു എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന് പറഞ്ഞ വ്യക്തിയെ തല്ലിയത്. ഇപ്പൊ എ ബിയെ തല്ലിയത് കൊണ്ട് ബിക്ക് എന്തെങ്കിലും റെമഡി കിട്ടുമോ? അപ്പോ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതിന് വേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ലീഗൽ ഇഷ്യൂസ് ഇൻവോൾവ്. അപ്പൊ ലീഗൽ ഇഷ്യൂസ് ഇൻവോൾവ് എന്ന് പറഞ്ഞ ടോപ്പിക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം. കണ്ടില്ലേ, അതിനെ കുറച്ച് എക്സാമ്പിൾ വെദർ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇസ് ഇറ്റ് സോ, ഇതിങ്ങനെയാണോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ വേണം ഇഷ്യൂസ് ഫ്രെയിം ചെയ്യാൻ. ഒരു രണ്ടോ മൂന്നോ ഇഷ്യൂസിന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഒരു രണ്ട് മൂന്ന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഒരു രണ്ടോ മൂന്നോ ഇഷ്യൂസ് ഫ്രെയിം ചെയ്താൽ അത്രയും നല്ലത്. ഈ ഇഷ്യൂസിന്റെ ആൻസർ വേണം ജഡ്ജ്മെന്റിൽ എഴുതാൻ. അതായത് ഇവിടെ ചോദിക്കുന്നുണ്ട് എ എന്ന് പറഞ്ഞ വ്യക്തിയെ ബി എന്ത് ചെയ്തു, അൺലോഫുള്ളി റെസ്ട്രെയിൻ ചെയ്തത് നിയമപരമായി ശരിയാണോ. അപ്പൊ നമ്മൾ ലീഗൽ ആപ്ലിക്കേഷൻസിലൂടെ അത് ഒരുപാട് പ്രൊസീജിയറിലൂടെ കടന്നിട്ട് അവസാനം ജഡ്ജ്മെന്റിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ജസ്റ്റ് ഇഷ്യൂസിൽ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അതിന്റെ ആൻസേഴ്സ് മാത്രമായിരിക്കും. ഇഷ്യൂസിൽ ഇവിടെ ചോദിക്കുന്ന നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അതിന്റെ ആൻസർ വേണം ജഡ്ജ്മെന്റിൽ എഴുതാൻ. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒന്നാമത്തെ കണ്ടില്ലേ, വെദർ ദി ഡിനയൽ ഓഫ് എ വോട്ടിംഗ് റൈറ്റ് ഡിസ്പൈറ്റ് നോട്ട് അഫക്ടിംഗ് ദി ഇലക്ഷൻ ഔട്ട്കം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ഡിനൈ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇലക്ഷന്റെ ഔട്ട്കമ്മിനെ അത് അഫക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ലീഗൽ ഇഞ്ചുറി, അതിനെ ഒരു ലീഗൽ ഇഞ്ചുറി എന്ന് വിളിക്കാൻ പറ്റുമോ? അവിടെ ശരിക്കും വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഒരു ഇലക്ഷൻ ചെയ്യാൻ ഒരാളെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, ഔട്ട്കമ്മിനെ അത് അഫക്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ ഒരു ലീഗലി ഇഞ്ചുറി എന്ന് വിളിക്കാൻ പറ്റുമോ? ജുഡീഷ്യൽ റിഡ്രസ് കിട്ടുമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വെദർ എ റിട്ടേണിംഗ് ഓഫീസർ ഹു അൺലോഫുള്ളി പ്രിവെന്റഡ് എ ക്വാളിഫൈഡ് വോട്ടർ ഫ്രം കാസ്റ്റിംഗ് ഹിസ് വോട്ട് കുഡ് ബി ഹെൽഡ് ലയബിൾ ഇൻ ആൻ ആക്ഷൻ ഫോർ ഡാമേജസ്. അതായത് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ ഒരാളെ അനധികൃതമായി തടഞ്ഞു വെച്ചാൽ, വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ അദ്ദേഹം വല്ല ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വരുമോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ലയബിലിറ്റി കിട്ടുമോ? മൂന്നാമത്തേത്, വെദർ ദർ ആർ എനി അതർ റെമഡീസ് ഫോർ ദി പെറ്റീഷണർ ടു അവൈൽ. ഈ ഒരു സിനാരിയോസിൽ കടന്നു പോയത് കൊണ്ട് നമ്മുടെ ഈ പെറ്റീഷണർ ആയിട്ടുള്ള ആൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കോമ്പൻസേഷനും കാര്യങ്ങളും കിട്ടുമോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ തടഞ്ഞു വെച്ചത് ശരിക്കും നിയമവിരുദ്ധമാണോ? റിട്ടേണിംഗ് ഓഫീസർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമോ? ഈ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്ക് വല്ല മോണിറ്ററി ആയിട്ടുള്ള വല്ല കോമ്പൻസേഷനോ കാര്യങ്ങളോ കിട്ടുമോ? ഇതൊക്കെയാണ് ലീഗൽ ഇഷ്യൂസ്. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കേസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ കേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂളോ മാക്സിമോ, ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എഴുതുന്നതെങ്കിൽ ആർട്ടിക്കിൾ 21 ഒരു കേസായിരിക്കും. ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി ഡിപ്രൈവ് ചെയ്യുന്ന ഒരു കേസ് ഫാക്ട് തന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ പേഴ്സണൽ ലിബർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ലീഗൽ റൂള് അല്ലെങ്കിൽ മാക്സിം ഓർ റൂൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ട് തൊട്ട് താഴെ എന്ത് ചെയ്യുക, ഏതൊരു ആർട്ടിക്കിളിനെ പറ്റിയാണോ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ എഴുതുക, അല്ലെങ്കിൽ ഒരു മാക്സിമിനെ പറ്റിയാണ് അവിടെ എഴുതാൻ പോകുന്നതെങ്കിൽ ആ മാക്സിമം എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ട്രൈൻ ആണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂള് ഇഞ്ചൂറിയ സൈനി ഡാംനം ആണ്. അതുകൊണ്ടാണ് ഇഞ്ചൂറിയ സൈനി ഡാംനം എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു പോയിന്റിലേക്ക് വരാം. ആദ്യം ലീഗൽ അനലൈസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വേണം, ഹെഡിങ് കൊടുക്കണം. അതായത് ലീഗലി ആയിട്ടുള്ള നിയമങ്ങൾ അത് നമ്മളിവിടെ വിവരിക്കാൻ പോവുകയാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളിപ്പോ ഇഞ്ചൂറിയ സൈനി ഡാംനം എന്ന് പറഞ്ഞ മാക്സിമം ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ലീഗൽ റൈറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥാപിക്കേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ഇഞ്ചൂറിയ സൈനി ഡാംനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആദ്യം ടോർട്ടിനെ പറ്റി പറയണം. എന്താണ് ടോർട്ട്? എ ടോർട്ട് ഇൻ കോമൺ ലോ റിഫേഴ്സ് ടു എ സിവിൽ റോങ് ദാറ്റ് കോസസ് ഹാം ഓർ ലോസ് ടു അനദർ ലീഡിംഗ് ടു ലീഗൽ ലയബിലിറ്റി. ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിവിൽ റോങ് ആണ്, മറ്റൊരാൾക്ക് അത് ചെയ്ത ആൾക്ക് ലീഗലി ലയബിലിറ്റി കിട്ടുന്ന
ഒരു തരത്തിലുള്ള റോങ്ങിനെയാണ് ടോർട്ട് എന്ന് പറയുന്നത്. സിവിൽ ലയബിലിറ്റീസ് ആണ് ഇവിടെ അറൈസ് ആവുന്നത്, ക്രിമിനൽ ലയബിലിറ്റി അല്ല. അപ്പൊ ടോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും വേണം ആദ്യം കൊടുക്കാൻ. അടുത്ത പേജ് കണ്ടില്ലേ? അപ്പോ ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർട്ട്, ഒരു ടോർട്ട് നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 എലമെന്റ്സ് വേണം. ഒന്നൊരു റോങ് ആയിട്ടുള്ള ഒരു ആക്ട് നടക്കണം, അതുമൂലം മറ്റൊരാൾക്ക് ലീഗൽ ഇഞ്ചുറി ഉണ്ടാകണം. മൂന്നാമത്തത് ഒരു ലീഗൽ കോൺസിക്വൻസസ്, അതൊരു റിഡ്രസൽ മോണിറ്ററി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് റിഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള റോങ് ആയിട്ടുള്ള ആക്ട് ആയിരിക്കണം. അങ്ങനെ 3 എസെൻഷ്യൽ എലമെന്റ്സ് നമ്മൾ ടോർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 എലമെന്റ്സിനെ പറ്റി മെൻഷൻ ചെയ്യണം. എന്നിട്ട് അതിന്റെ പോയിന്റ് നമ്പർ 2, ലീഗൽ ഇഞ്ചുറി ഉണ്ടാകണം എന്ന് പറയുന്ന പാർട്ടിലാണ് നമുക്ക് 2 മാക്സിംസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇഞ്ചൂറിയ സൈനി ഡാംനം, ഡാംനം സൈനി ഇഞ്ചൂറിയ. ആ 2 മാക്സിംസിനെ പറ്റി എഴുതണം. ഓക്കെ ആണ് ഇഞ്ചൂറിയ സൈനി ഡാംനം, ഡാംനം സൈനി ഇഞ്ചൂറിയ. അതിന്റെ അടുത്ത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള മാക്സിമിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2 മാക്സിംസ് ഏതൊക്കെയാണ് ഇവിടെ അപ്ലൈ, ഇപ്പൊ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ടോർട്ട് എന്താണെന്നും അതിന്റെ എസെൻഷ്യൽസ് ഒക്കെ ഇൻട്രൊഡക്ഷൻ ആണ്. അതിന്റെ അകത്താണ് ഈ മാക്സിം വരുന്നത്. അപ്പൊ നമ്മൾ കം ടു ദി പോയിന്റ്, പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത്ര എഴുതിയത്. എന്നിട്ട് ഇഞ്ചൂറിയ സൈനി ഡാംനോ എന്ന് പറഞ്ഞ മാക്സിമിലോട്ട് വരണം. എന്നിട്ട് ആ മാക്സിം എന്താണെന്ന് എഴുതണം. ഇഞ്ചൂറിയ സൈനി ഡാംനോ റിഫേഴ്സ് ടു ദി വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് വിത്തൗട്ട് കോസിങ് എനി ഹാം. അതായത് ഒരു സ്ഥലത്ത് ലീഗൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ലീഗൽ റൈറ്റിന്റെ വയലേഷൻ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സിനാരിയോസിനെയാണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ എന്ന് വിളിക്കുന്നത്. Despite the absence of any actual injury, the infringement of a legal right entitles the affected individual to seek legal action. അതെ, അവിടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്ച്വൽ ലോസ് ഉണ്ടായിട്ടില്ല, പക്ഷെ എന്തുണ്ടായിട്ടുണ്ട്? ലീഗൽ റൈറ്റിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്, വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി അറിയിക്കുന്ന ഒരു മാക്സിമാണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ. ഓക്കെ, അടുത്ത ഭാഗം നോക്കിക്കേ. കണ്ടില്ലേ? ദി ടേം ഇഞ്ചൂറിയ സൈനി ഡാംനോ ഒറിജിനേറ്റ്സ് ഫ്രം ലാറ്റിൻ വേർഡ് വേർ ദി ഇഞ്ചൂറിയ മീൻസ് ഇഞ്ചുറി, സൈനി മീൻസ് വിത്തൗട്ട്, ആൻഡ് ഡാംനോ മീൻസ് പ്രോപ്പർട്ടി ലോസ്, ഫിസിക്കൽ ലോസ്, ലൈക്ക് എക്സെട്ര. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ഇഞ്ചൂറിയ സൈനി ഡാംനോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു ഇല്ലസ്ട്രേഷൻ ആണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആ മാക്സിമിനെ പറ്റി നല്ല രീതിക്ക് എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ആ ഒരു മാക്സിം, നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന മാക്സിമിനെ പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതേണ്ടത് സിമിലർ ഫാക്ട് ആണ്, സിമിലർ കേസ് ആണ്, സിമിലർ ഫാക്ട് അല്ല. ഈ ഒരു മാക്സിം ഇതിനോടകം വേറെ ഏതെങ്കിലും കേസസിന്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ കേസിന്റെ പേരും കൂടെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇൻ ദി സിമിലർ കേസ് ഓഫ്, അതായത് ഈ ഒരു മാക്സിം ഇതേപോലെ, അതായത് സെയിം ഫാക്ട് ആകണമെന്നില്ല, പക്ഷെ ഈ കറക്റ്റ് ഈ മാക്സിം അപ്ലൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും കേസ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ പഠിച്ച ഓർമ്മയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇൻ ദി സിമിലർ കേസ് ഓഫ്, ഇതുപോലെയുള്ള ഒരു കേസിന്റെ അകത്ത് കേസിന്റെ പേര് അറിയാമെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ എ വേഴ്സസ് ബി, എ വേഴ്സസ് ആർ എന്ന് പറഞ്ഞുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് ആ ഫാക്ട് എഴുതുക. അവിടെ ഇന്നതായിരുന്നു ഫാക്ട്, അപ്പൊ ഇന്ന രീതിയിലുള്ള ഒരു വയലേഷൻ അവിടെ ഉണ്ടായി, പക്ഷെ അദ്ദേഹത്തിന് ആക്ച്വൽ ലോസ് ഉണ്ടായിട്ടില്ല. അന്നേരം ആ കേസിൽ കോടതി പറഞ്ഞത് ഇത് ഇഞ്ചൂറിയ സൈനി ഡാമിനെ അവിടെ അപ്ലൈ ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കേസുകൾ എഴുതുക. ഇവിടെ ആഷ്ലി വേഴ്സസ് വൈറ്റിന്റെ കേസും അതേപോലെ തന്നെ ഭീം സിംഗിന്റെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഇഞ്ചൂറിയ സൈനി ഡാമിനോ എന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്ത കേസ് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള 1-2 കേസുകൾ, 1-2 നിങ്ങൾക്ക് അറിയാവുന്നത് എത്രയാണോ അത്രയും കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കേസ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്ക് അതിനനുസരിച്ചുള്ള വേരിയേഷൻ ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും വേണ്ടത് നിങ്ങൾ ആ റൂൾ എന്താണ് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ആർട്ടിക്കിൾ 21 ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ആർട്ടിക്കിൾ മാത്രം എഴുതാതെ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ആ ഒരു ആപ്ലിക്കേഷൻ നടത്തിയുള്ള കേസുകളൊക്കെ എഴുതണം. അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും എഴുതണം. ഇപ്പൊ ആർട്ടിക്കിൾ 14 ആണെങ്കിൽ ജസ്റ്റ് ആർട്ടിക്കിൾ എഴുതാതെ എന്താണത്, ഇക്വാലിറ്റി എന്താണ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്താണ്, അതേപോലെ ഇന്റലിജിബിൾ ഡിഫറൻഷ്യ എന്താണ്, റാഷണൽ നെക്സസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണം അതൊക്കെ ലീഗൽ അനലൈസ് ആ ഒരു ഭാഗത്ത് ആ കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ, കണ്ടില്ലേ? ആഷ്ലി വേഴ്സസ് വൈറ്റിന്റെ കേസ്, അതിന്റെ താഴെ ഭീം സിംഗ് വേഴ്സസ് പ്രൊവിൻസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കേസും പിന്നെ മാർസെറ്റി വേഴ്സസ് വില്യംസന്റെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അടുത്ത ഒരു ഹെഡിങ് ലീഗൽ ആപ്ലിക്കേഷൻ. ഇത് വേണം, ഇവിടെ വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ. അതായത് നിങ്ങൾ ആദ്യം ഫാക്ട് എഴുതി, ഫാക്ട് ഓഫ് ദി കേസ് എഴുതി, ലീഗൽ ഇഷ്യൂസ് ഇൻവോൾവ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇട്ടിട്ട് ലീഗൽ ഇഷ്യൂസ് എഴുതി, പിന്നെ അടുത്ത എന്താ നിങ്ങൾ എഴുതിയത്? ലീഗൽ അനലൈസസ്. അതായത് ആ ഒരു അനലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണോ നിങ്ങൾ മെൻഷൻ ചെയ്തു. അതിൻ്റെ അകത്ത് സിമിലർ കേസ് ഒക്കെ എഴുതി. ഇനി നിങ്ങൾ ലീഗൽ ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്.
വിത്ത് ദി റെഫറൻസ് ടു എബോ, ഈ ഒരു പാറ്റേൺ എടുത്താലും കുഴപ്പമില്ല, ഈ ഒരു ഫോർമാറ്റ്. വിത്ത് ദി റെഫറൻസ് ടു എബോ മെൻഷൻഡ് കേസസ് ദി സെയിം ആപ്ലിക്കേഷൻ ക്യാൻ ബി ടേക്കൺ ഇൻ ദി കേസ് ഓഫ് മിസ്റ്റർ എ. നേരത്തെ പറഞ്ഞ കേസസും നേരത്തെ പറഞ്ഞ നിയമങ്ങളിലേക്കും റെഫർ ചെയ്യുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫാക്ടിൽ നടന്നിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ഫാക്ട് എടുക്കണം. നമ്മുടെ ഇവിടെ ഈ ഒരു കേസ് നടന്നിട്ടുള്ള ഈ ഫാക്ടിൽ ഇതേപോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് പറയണം. കാരണം മിസ്റ്റർ എ എന്ത് ചെയ്തു, വോട്ട് ചെയ്യാൻ പോയി. പെരീഷ്യസ്ലി അദ്ദേഹത്തിനെ പ്രിവെന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ റൈറ്റ് വയലേറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഫിസിക്കലി ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ റൂളിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ പെർട്ടിക്കുലർ കേസിന്റെ അകത്ത് നടക്കുന്നുണ്ട് എന്ന നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ലീഗൽ ആപ്ലിക്കേഷന്റെ അകത്ത് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടില്ലേ? വിത്ത് റെഫറൻസ് ടു ദി അബോവ് മെൻഷൻഡ് കേസസ് ദി സെയിം ആപ്ലിക്കേഷൻ ക്യാൻ ബി ടേക്കൺ ഇൻ ദി കേസ് ഓഫ് മിസ്റ്റർ എ വെയർ he was denied from casting his vote and maliciously detained by B. Here, applying the rule of injurious sine damnum, it can be understood. ഈ ഒരു മാക്സിമം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിസ്റ്റർ എ ഹാസ് നോട്ട് സഫേർഡ് എനി ഡാമേജ് ബിക്കോസ് ഈവൻ ഇഫ് ഹി ഹാഡ് നോട്ട് കാസ്റ്റ് ഹിസ് വോട്ട് ഇറ്റ് വുഡിൻ ചേഞ്ച് ദി റിസൾട്ട്. അത് ഇദ്ദേഹം വോട്ട് ചെയ്തെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ റിസൾട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇദ്ദേഹം ഉദ്ദേശിച്ച ആള് ജയിച്ചു, പക്ഷേ ഇദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റിന് ഇവിടെ വയലേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഇൻജൂറിയ സൈനി ഡാമത്തിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എഴുതുക. അത് എഴുതിയതിന് ശേഷം വേണം ജഡ്ജ്മെന്റ് എഴുതാൻ. ജഡ്ജ്മെന്റ് ഓഫ് ദി കേസ്, ഫൈനൽ പാർട്ടിലോട്ട് എത്തി കൺക്ലൂഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം. ജഡ്ജ്മെന്റ് ഇസ് ബെറ്റർ. ജഡ്ജ്മെന്റ് എഴുതിയിട്ട് ഇൻ ദി ലൈറ്റ് ഓഫ് ദി ഇഷ്യൂസ് റൈസ്ഡ് ആൻഡ് കേസസ് ഡിസ്കസ്ഡ് ഇൻ ദി കേസ് ഓഫ് മിസ്റ്റർ എ. ആ ഒരു 3-4 വരി ജഡ്ജ്മെന്റ് എപ്പോഴും ബ്രീഫ് ആയിരിക്കണം, വളരെ ചുരുക്കി എഴുതണം. അതായത് ഇപ്പൊ നടന്ന ആ ഫാക്ടിന്റെ ആ 2 വരി എഴുതുക. മിസ്റ്റർ എനെ ബി തടഞ്ഞു വെച്ച ഈ കേസിന്റെ അകത്തുള്ള ഫാക്ടുകൾ പരിശോധിച്ചു. അതിൻ്റെ അകത്തുള്ള ഇഷ്യൂസിന്റെ അകത്ത് ലീഗൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം ദി കോർട്ട് ക്യാൻ കൺക്ലൂഡ് ദാറ്റ്, അല്ലെങ്കിൽ ദി കോർട്ട് ഹെൽഡ് ദാറ്റ്, കോടതി പറഞ്ഞു, പ്രഖ്യാപിച്ചു, കോടതി കൺക്ലൂഡ് ചെയ്തു എന്തെന്ന്, എന്ന് പറഞ്ഞ വ്യക്തി. ഇനി നിങ്ങൾ എന്ത് എഴുതണം, നേരത്തെ പറഞ്ഞ ഫാക്ട് ലീഗൽ ഇഷ്യൂസിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതി ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പോവുകയാണ്. എന്നിട്ട് വേണം നിങ്ങൾ കൺക്ലൂഷൻ എഴുതാൻ. കൺക്ലൂഷൻ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ ഇഷ്യൂസിന്റെ ആൻസേഴ്സ്. ഒന്നാമത്തെ ഇഷ്യൂ എന്തായിരുന്നു? ലീഗൽ റൈറ്റ് അവിടെ അങ്ങനെ ഡിനൈ ചെയ്തത് ശരിയാണോ? യെസ്, എസ് ലീഗൽ റൈറ്റ് ഹാസ് ബീൻ ഇൻഫ്രിഞ്ച്ഡ്. അവിടെ എയുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? വെദർ ദി എ ഹാസ് ഡിനൈഡ് ഇസ് ലീഗൽ റൈറ്റ്, അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ബി അക്കൗണ്ടബിൾ ലയബിൾ ആകുമോ? യെസ്, ബി ലയബിൾ ആകും. ബി ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ മലീഷ്യസ് ഡിറ്റൈനിങ്. അതിന്റെ 2ാമത്തെ ആൻസർ അവിടെ വന്നു. 3ാമത്തത് ഏതെങ്കിലും രീതിയിലുള്ള മോണിറ്ററി കോമ്പൻസേഷനോ മറ്റോ കിട്ടുമോ എന്നായിരുന്നു. അതിന്റെ ആൻസർ കണ്ടില്ലേ? ഹിയർ എ ക്യാൻ അവൈൽ ഫോർ ദി കോമ്പൻസേഷൻ. എക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പൻസേഷൻ കിട്ടും. ഇഷ്യൂസിൽ ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡയറക്റ്റ് ആൻസർ വേണം എന്ത് ചെയ്യാൻ? ഈ ജഡ്ജ്മെന്റ് അകത്ത് എഴുതാൻ. ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെൻഷൻ ചെയ്യാൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഓൾറെഡി ഏതെങ്കിലും വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 8089276037. മറ്റേതെങ്കിലും കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.